ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ആരും എന്നെ കണ്ട് പേടിക്കണ്ട. നമ്മൾ നേരെ രാവിലെ എഴുന്നേറ്റു. അതൊക്കെ കഴിഞ്ഞ് നേരെ ബ്രഷ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ക്യാമറ ഓണാക്കുന്നത് കണ്ട് ദിയ വന്നിരിക്കുന്നു. പിന്നെ മുഖമൊക്കെ കഴുകി എളുപ്പം ഞാൻ തുണി അയൺ ചെയ്യാൻ വേണ്ടി ചെന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ താഴെ മെസ്സിലേക്ക് ചെന്നു. ഫുഡ് നോക്കിയപ്പോൾ ഇന്ന് പുട്ടും പിന്നെന്തോ പയറുകറിയും. എനിക്ക് പയറുകറി ഇഷ്ടമല്ല, പക്ഷേ പുട്ട് ഇഷ്ടമാണ്. പിന്നെ നേരെ പോയി ഓടിച്ചെന്ന് കുളിച്ചിട്ടൊക്കെ വന്നു. ലിപ് ബാം എടുത്തിട്ടു, പിന്നെ ലിപ് ലൈനർ എടുത്തിട്ടു, പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുന്നു. ലിപ് ലൈനർ, ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, ഇത് മൂന്നും ഇല്ലാതെ എവിടെയും പോയില്ല. നമ്മൾ ലിപ്സ്റ്റിക്ക് പിന്നെ കുറച്ച് വാരി അങ്ങ് പൊത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ID കാർഡൊക്കെ അങ്ങോട്ട് എടുത്തിട്ടു. ID കാർഡ് ഇടുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ ഇടുന്ന ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ അതൊക്കെ ഇട്ട് നേരെ ഞാൻ കോളേജിലേക്ക് ഇറങ്ങി. ഉത്തരവാദിത്തം എനിക്ക് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ താമസിച്ചാണ് ഇറങ്ങിയത്. പിന്നെ കോളേജിലോട്ട് ചെന്നപ്പോഴത്തേനും അത്യാവശ്യം മഴ. പിന്നെ നമ്മൾ നേരെ NSS റൂമിലേക്ക് ചെന്നു. നാളെ NSS ഡേയുടെ ഭാഗമായിട്ടുള്ള പരിപാടി. ഹലോ ഗൈസ്, നമ്മളങ്ങനെ റീൽ എടുക്കാൻ പോവാണ്. ഏത് റീൽ എടുക്കുന്നേ? അങ്ങനെ ഇതിൽ എനിക്ക് വേണ്ടി പാട്ടൊക്കെ പാടിത്തന്നു. അതൊക്കെ കേട്ടിട്ട് നമ്മൾ നേരെ ക്യാൻറ്റീനിൽ ചെന്നു. ചായ കുടിച്ചു, ക്രീം ബണ്ണൊക്കെ കഴിച്ചു. പിന്നെ അവിടുന്ന് നേരെ ഞാനും അക്ഷയെ ഇറങ്ങി. ഞങ്ങളിങ്ങനെ ചുമ്മാ വെളിയിലൂടെയൊക്കെ നടന്നു. അത് കഴിഞ്ഞ് നമുക്ക് നാളെ NSS ഡേയുടെ ഭാഗമായിട്ടുള്ള 2-3 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഹോസ്റ്റലിൽ പോകുന്ന ഈ ഒരു സമയത്ത് ഞാൻ വിശന്ന് പണ്ടാരടങ്ങിയിരിക്കും. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവിടെ അവലും ചായയും പിന്നെ ഉള്ളതും കൊണ്ട് ഓണം പോലെ ഞാനത് അപ്പം ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ.